Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. LDF കോട്ടകളിൽ ഉൾപ്പെടെ തിരിച്ചടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിലാണ് LDF കേന്ദ്രങ്ങൾ. നിലമ്പൂരിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന LDF ഇത്രക്കും വലിയ ഒരു പരാജയം തീർത്തും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ സ്വദേശിയുമായ M സ്വരാജിനെ മത്സരരംഗത്തിറക്കിയത് നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസമാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയത്. കൂടാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള CPMന്റെ മുഴുവൻ നേതാക്കളും മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളും പ്രചരണം നടത്തിയിട്ടും LDFന് 2021 ലഭിച്ച 81,227 വോട്ടുകളിൽ നിന്നും 15,000-ലേറെ വോട്ടുകളാണ് കുറഞ്ഞത്. UDFന്റെ മുന്നിൽ 11,077 വോട്ടുകൾക്ക് തോറ്റതിനു പുറമെ LDF വോട്ടുകളിൽ PV അൻവറിന് വിള്ളൽ വീഴ്ത്താൻ കഴിയില്ലെന്ന വിശ്വാസത്തിനുമാണ് തിരിച്ചടിയേറ്റത്. 19,768 വോട്ടുകൾ പിടിച്ച് അൻവർ കരുത്തറിയിച്ചപ്പോൾ ഇതിൽ ഭൂരിഭാഗവും 2021 LDFന് ലഭിച്ച വോട്ടുകളാണ്. ഭരണനേട്ടം നിരത്തിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ക്ഷേമ പെൻഷൻ വിവാദം, UDF ജമാഅത്ത് സഖ്യം എന്നീ LDF പ്രചരണവും ഫലം കണ്ടില്ല. RSS ബന്ധവുമായി ബന്ധപ്പെട്ട CPM സെക്രട്ടറി നൽകിയ അഭിമുഖവും തിരിച്ചടിയായി. വന്യമൃഗശല്യം, നിലമ്പൂർ ബൈപ്പാസ് എന്നിവയും LDFന് തിരിച്ചടിയായി. 2016 PV അൻവറിലൂടെ 29 വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത മണ്ഡലമാണ് 9 വർഷത്തിന് ശേഷം അൻവർ ഒറ്റയ്ക്ക് പിടിച്ച 19,768 വോട്ടുകളിലൂടെ LDFന് നഷ്ടമായത്. 6 മാസത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം LDFന് കനത്ത പ്രഹരം തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 4-3 ഭൂരിപക്ഷത്തോടെ LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലാണ് UDF റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത്. 3,967 വോട്ടുകളാണ് സ്വരാജിനേക്കാൾ അധികമായി ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ചത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.